സ്വന്തം പെങ്ങള് ബസ്സിൽ കയറുമ്പോൾ പോലും പോകാത്ത ആങ്ങളാരുള്ള കാലഘട്ടത്തിൽ എന്തിനായിരിക്കും അവർ രണ്ടുപേരും കൂടി അങ്ങനെ പോയത്? ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഫോസിസിലെ ജോലി ചെയ്യുന്ന പെൺകുട്ടി രാത്രി തിരുപ്പതിയിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ബസ് കയറാണ്. അവർക്ക് സുരക്ഷിതമായി ബസ് കയറാൻ പറ്റുമോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കോറമംഗലിൽ താമസിക്കുന്ന രണ്ട് ചെറുപ്പക്കാര് ഫനീന്ദർ സാമയും ചരൺ പത്മരാജും ഇവർ രണ്ടുപേരും അവരുടെ ഫ്ളാറ്റിൽ നിന്ന് ഈ കുട്ടി ബസ് കയറിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. എന്തിനാ അവരങ്ങനെ പോണ്? സ്വന്തം പെങ്ങള് ബസ്സിൽ കയറുമ്പോൾ പോലും പോകാത്ത ആങ്ങളാരുള്ള കാലഘട്ടത്തിൽ എന്തിനായിരിക്കും അവർ രണ്ടുപേരും കൂടി അങ്ങനെ പോയത് മറ്റൊന്നിനുമല്ല, അവർ ഇന്ത്യയിൽ ആദ്യമായി അവർ തുടങ്ങിയ റെഡ് ബസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ബസ് ടിക്കറ്റ് പ്ലാറ്റ്ഫോമിന്റെ ആദ്യത്തെ കസ്റ്റമർ ആയിരുന്നു ആ ലേഡി. നമ്മൾ എപ്പോഴാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ എന്ത് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ വേറൊരാൾ ചെയ്ത ബിസിനസ് അതിൽ ലാഭം കണ്ടിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഓൺട്രപ്രണർ സ്വന്തമായി എക്സ്പീരിയൻസ് ചെയ്ത പെയിൻ പോയിന്റ് അത് വേറൊരാള് എനിക്ക് സോൾവ് ചെയ്ത് തന്നിരുന്നെങ്കിൽ ഞാൻ അയാൾക്ക് ഇത്ര ഉറുപ്പ്യ കൊടുത്തേനെ എന്ന് നമുക്ക് സ്വയം തോന്നുന്ന ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ആ പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടതെന്ന് സാധാരണ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയും. ഒരു ക്ലിയർ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ആണ് റെഡ് ബസ്. ഇന്നോവേഷന്റെയും ഡിഫറൻസിയേഷന്റെയും ഓൺട്രപ്രണർഷിപ്പിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഏത് സെക്ടറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എന്റെ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ പോയിട്ട് അത് കാണണം. നമ്മളൊക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. നമ്മുടെയൊക്കെ ഒരു വലിയ സേവിങ്സ് നമ്മൾ അതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് നന്നായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പൊ നമുക്കിനി യൂട്യൂബിൽ കാണാം.